നമസ്കാരം. ശബരിമല സന്നിധാനത്തെ സ്വർണ്ണ ഉരുപ്പിടികളുമായി ബന്ധപ്പെട്ട നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ അതീവ ഗൗരവകരമായിട്ടുള്ള ഒരു സാമ്പത്തിക ക്രമക്കേടിലേക്ക് ഇപ്പോൾ വിരൽ ചൂണ്ടുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെയും ദേവസ്വം വകുപ്പിൻ്റെയും വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വികാരങ്ങളെയും ക്ഷേത്രത്തിൻ്റെ പവിത്രതയെയും ബാധിക്കുന്ന ഈ വിഷയത്തിൽ വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിൽ വലിയൊരു മോഷണം നടന്നിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. വർഷങ്ങളായി തുടരുന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടുള്ള സ്വർണ്ണാഭരണങ്ങളും വിഗ്രഹ രൂപങ്ങളിലുമൊക്കെ തന്നെ കൈകടത്തൽ നടന്നുവെന്ന കണ്ടെത്തൽ അത് കേരളീയ സമൂഹത്തിൽ വലിയ പ്രതിഷേധത്തിന് ഇപ്പോൾ വഴിമരുന്നിട്ടിരിക്കുകയാണ്. അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ സ്വർണ്ണക്കൊള്ളയുടെ വ്യാപ്തിയെക്കുറിച്ച് വളരെ കൃത്യമായ സൂചനകൾ നൽകുന്നുണ്ട്. ശ്രീകോവിലിലെ പ്രഭാമണ്ഡലത്തിൽ ഉൾപ്പെട്ട സ്വർണത്തിന് പുറമെയായിട്ട് 7 പാളികളിലായി നിർമ്മിക്കപ്പെട്ട അതീവ സുരക്ഷയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള സ്വർണവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. കട്ടിളപ്പാളികൾക്ക് മുകളിലുള്ള ശിവരൂപം, വ്യാളി രൂപം എന്നിവയിൽ പൊതിഞ്ഞിരുന്ന സ്വർണവും ഈ സംഘം തട്ടിയെടുത്തതായിട്ട് കണ്ടെത്തലുണ്ട്. ഇത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കും തോറും നേരത്തെ കണക്കാക്കിയതിനേക്കാൾ 100 ഇരട്ടി വ്യാപ്തിയുള്ള ഒരു വൻ ക്രമക്കേടാണ് ഇവിടെ വെളിവാകുന്നത്. കേവലം ഏതെങ്കിലും വ്യക്തികളുടെ താല്പര്യമല്ല, മറിച്ച് ഒരു സംഘടിത ശൃംഖല തന്നെ ഈ കൊള്ളയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് SIT വ്യക്തമാക്കുന്നു. മോഷണം പോയ സ്വർണം ചെന്നൈയിലുള്ള സ്മാർട്ട് ക്രിയേഷൻസ് എന്ന സ്ഥാപനത്തിൽ എത്തിച്ചാണ് ഇത് വേർതിരിച്ചതെന്നാണ് കണ്ടെത്തൽ. ഈ സ്ഥാപനത്തിൻ്റെ CEO പങ്കജ് ഭണ്ഡാരി ഇതിനകം 109.243 ഗ്രാം സ്വർണം അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ട്. എന്നാൽ പ്രതികൾ നിലവിൽ ഹാജരാക്കിയിട്ടുള്ള സ്വർണത്തേക്കാൾ വലിയൊരു അളവ് ഇനിയും കണ്ടെത്താനുണ്ടെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. പണിക്കൂലിയായി എടുത്തതാണെന്ന് പ്രതിഭാഗത്തിൻ്റെ വാദങ്ങളെ അന്വേഷണ സംഘം തള്ളിക്കളയുകയാണ്. സ്വർണത്തിൻ്റെ യഥാർത്ഥ അളവ് മറച്ചു വെച്ചുകൊണ്ട് നടന്ന ഈ ഇടപാടുകൾ അതീവ നിഗൂഢമായ രീതിയിലാണ് ആസൂത്രണം ചെയ്യപ്പെട്ടതെന്ന് ഇതിലൂടെ വ്യക്തമാകുന്നു. ബാക്കിയുള്ള സ്വർണം കണ്ടെത്താനുള്ള ഊർജിതമായിട്ടുള്ള നീക്കത്തിലാണ് ഇപ്പോൾ അധികൃതർ. ഈ സംഭവത്തിൽ ഉയർന്നു വരുന്ന രാഷ്ട്രീയ ആരോപണങ്ങൾ ഭരണകൂടത്തെ പ്രതിരോധത്തിലാക്കുന്നതാണ്. അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസിനും ഉന്നത ഉദ്യോഗസ്ഥർക്കും ഈ ഇടപാടുകളെക്കുറിച്ച് അറിവുണ്ടായിരുന്നു എന്ന തരത്തിലുള്ള മൊഴികൾ പുറത്തു വരുന്നത് ഏറെ ഗൗരവകരമാണ്. ജയിലിൽ കഴിയുന്ന പ്രതി പത്മകുമാർ മുൻ മന്ത്രിയുടെ പേര് വെളിപ്പെടുത്തിയതായുള്ള റിപ്പോർട്ടുകൾ രാഷ്ട്രീയ വൃത്തങ്ങളിൽ പോലും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഭരണതലത്തിലുള്ളവരുടെയൊക്കെ സംരക്ഷണവും അനുമതിയില്ലാതെ ഇത്ര വലിയൊരു മോഷണം സന്നിധാനത്ത് നടക്കില്ലെന്ന ആരോപണവും ഇപ്പോൾ ശക്തമാണ്. ഇതിനകം തന്നെ മുൻ മന്ത്രിയെ ഒരു തവണ ചോദ്യം ചെയ്തതായും വരും ദിവസങ്ങളിൽ കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും സൂചനകളുണ്ട്. അന്വേഷണ സംഘത്തിന് മേൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും സമ്മർദ്ദമുണ്ടാകുന്നുവെന്ന ആരോപണം പ്രതിപക്ഷ പാർട്ടികൾ ഇതിനകം തന്നെ ഉയർത്തിക്കഴിഞ്ഞു. എന്നിരുന്നാലും വരാനിരിക്കുന്ന 5-ാം തീയതിയിലെ ഹൈക്കോടതിയുടെ ഇടപെടൽ ഈ കേസിൽ ഒരു നിർണായക വഴിത്തിരിവാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലുള്ള അന്വേഷണമായതുകൊണ്ട് തന്നെ വസ്തുതകൾ മൂടിവയ്ക്കാൻ സാധിക്കില്ലെന്ന വിശ്വാസത്തിലാണ് അയ്യപ്പ ഭക്തജനങ്ങളും പൊതുസമൂഹവും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് വരെ അന്വേഷണത്തിൻ്റെ നിഴൽ നീളുന്ന സാഹചര്യത്തിൽ അന്വേഷണ സംഘത്തിൻ്റെ ഓരോ നീക്കവും അതീവ ജാഗ്രതയോടെയാണ് മാധ്യമങ്ങളും പൊതുജനങ്ങളും വീക്ഷിക്കുന്നത്. അന്തിമമായിട്ട് ഈ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണ രൂപത്തിൽ പുറത്തു വരുന്നതോടെ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു പ്രതിസന്ധി രൂപപ്പെടുമെന്ന് ഉറപ്പാണ്. ഇടതുമുന്നണി സർക്കാരിലെ പ്രമുഖ നേതാക്കൾ ഈ അഴിമതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് തെളിയുന്ന പക്ഷം മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾ സംസ്ഥാനത്തുടനീളം ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റുകളും വെളിപ്പെടുത്തലുകളും ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾ ഭരണപക്ഷത്തെ ഏറെ ആശങ്കയിലാക്കുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഈ കേസ് വരും ആഴ്ചകളിൽ കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചാ വിഷയമായി തുടരുമെന്ന കാര്യം നിസ്സംശയം പറയാൻ സാധിക്കും.